എത്ര 300യോ? ആ അത് മാറ്റി പിന്നെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, ഒരാളിനോട് നമ്മളെ വീഡിയോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോൾ ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. അവൾ വീട്ടിലിരുന്നപ്പോഴേ വർക്കൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തൊന്ന് പോവാം, കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും വാങ്ങാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി, വാങ്ങാൻ സാധനങ്ങൾ ഏകദേശം തീർന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി ഇന്ന് വാങ്ങണില്ല, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. അതായത് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കയ്യിലുള്ളത് ഇപ്പോൾ എടുക്കണ്ട, കുറേശ്ശെ എന്ത് വാങ്ങാമെന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത്. അപ്പോൾ അവൾ വിളിച്ചപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവളെ കൂടെ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ പിന്നെ നമ്മൾ അറിയാലോ, നമുക്കെല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൾക്കെന്തോ പാത്രം വാങ്ങാനുണ്ട്, പിന്നെ അയൺ ബോക്സ് വാങ്ങാനുണ്ട്, മീൻ വാങ്ങിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ രാവിലെ ഉണക്കമീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പും മുരിങ്ങയും കറിയും ഉണക്കമീൻ വറുത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. തത്ത പറഞ്ഞു അമ്മ നമുക്കൊന്ന് ഉണക്കൽ വാങ്ങിക്കാറുണ്ട്. കാരണം ചില കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ പരിപ്പും മുരിങ്ങയാണ് കറി വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തളമീൻ ഉണ്ടാക്കി. പക്ഷേ മീൻ വാങ്ങാൻ വന്നപ്പോൾ വലിയ മീനൊന്നും അവൾ തൂക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പകുതിയും പകുതി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതും പകുതിയും പകുതി ആക്കി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത്. വീണ്ടും അവൾക്ക് പാത്രം വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ഉരുളി വാങ്ങണടി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഇത് ആ വില്ലൂത്ത് അമ്പലത്തിൻ്റെ നേരെ അവിടെ ഉള്ളൊരു കടയാണ്. ഇവിടെ ഭയങ്കര റേറ്റിൽ കുറേ മാറ്റമുണ്ട്, കുറവാണ് കേട്ടോ. നല്ല സാധനങ്ങളും ആവും, റേറ്റ് കുറവാണ്. അമ്മയ്ക്ക് എന്ത് സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കണം കേട്ടോ, പാത്രങ്ങൾ. അങ്ങനെ അയൺ ബോക്സ് അവിടെ വേറെ കടയിൽ നിന്നാണ് വാങ്ങിയത്. അത് വാങ്ങി പിന്നെ പാത്രം വാങ്ങാൻ വേണ്ടി വന്നത്. കണ്ടപ്പോൾ ഈ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ, പാത്രങ്ങൾ അടുക്കളയ്ക്കുള്ള എന്ത് സാധനം കണ്ടാലും എത്ര ഉണ്ടെങ്കിലും നമുക്ക് അതിന് വാങ്ങാനൊരു കൊതിയാവില്ലേ. പക്ഷെ ഞാനിവിടെ നമുക്ക് പാത്രങ്ങൾ കുറവ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ വാങ്ങി കൂട്ടിയാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ്. ഇങ്ങനെ വാങ്ങുമ്പോഴാണ് നമുക്ക് ഓരോ പാത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ വാടകയ്ക്കാകുമ്പോൾ വേറൊരു വീട്ടിലേക്ക് മാറുന്ന സമയത്ത് എല്ലാം വാരി കിട്ടുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. അപ്പം ഞാനിങ്ങനെ മക്കളോട് പറയും എന്തെങ്കിലും നമുക്കൊരു വീടാവട്ടെ, അപ്പോഴേ എന്ത് സാധനം വാങ്ങുള്ളൂ എന്നാൽ പറയട്ടോ. പക്ഷേ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വാങ്ങാഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത കേട്ടോ. പക്ഷേ റേറ്റും കൂടുതലില്ല കേട്ടോ. ഞങ്ങൾക്കൊരു കുഞ്ഞതാട്ടോ കണ്ടപ്പോൾ ഇഷ്ടമായത്. എവിടെ എടുത്തല്ല അതിൻ്റെയും ചെറുതുണ്ടായിരുന്നു. അപ്പോൾ അതിനവരെത്ര, അതിൻ്റെ അടപ്പടക്കം അവരെത്ര 300 രൂപേൻ്റെ എത്രയേ പറഞ്ഞുള്ളൂ, അത്രയേ ആവുള്ളൂ കേട്ടോ. പക്ഷെ എന്തായാലും ഞാൻ വാങ്ങിയില്ല. കാരണം വാങ്ങണില്ല എന്ന് പറഞ്ഞ സാധനങ്ങൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കുറേ സാധനം വാങ്ങി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇതൊന്നും വാങ്ങിയില്ല. കാരണം നമുക്ക് വാടക കൊടുക്കണം, വാടക കൊടുത്തുട്ടോ. വാടക കൊടുക്കേണ്ട ഡേറ്റൊക്കെ ഇരുന്നു. എല്ലാം കൂടെ ഒരു മാസം നമുക്കൊരു 10-ാം തീയതി ആകുമ്പോഴത്തേക്കും കുറച്ച് പൈസ നമുക്ക് അത്യാവശ്യമുള്ളതുണ്ടല്ലോ, ആവശ്യത്തിനുള്ള കറക്റ്റ് ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതെന്തായാലും വേണമല്ലോ. അങ്ങനെ പിന്നെ അത് കൊടുത്തു. അപ്പോൾ അവൾ ഇതിൻ്റെയും ചെറുതുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ സാധനങ്ങൾ അങ്ങനെ നോക്കണുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള പാത്രങ്ങൾ തന്നെ, പാത്രം ആവശ്യം തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും അടുക്കളയിൽ നിൽക്കുമ്പോഴേ അറിയുള്ളൂ. പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് ഒരാൾ വന്ന് കയറുമ്പോഴാണ് നമ്മൾ മാത്രം ഉള്ളപ്പോൾ ഓക്കെ കുറച്ച് അത് മതി. പക്ഷെ ഒരാൾ വന്ന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അതില്ല ഇതില്ല അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെത് അറിയുള്ളൂ. പൊട്ടിക്കലിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പാത്രങ്ങളാണ് കേട്ടോ. അമ്മയുടെ പാത്രങ്ങൾ അധികം അവിടെ വാങ്ങുക. പിന്നെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ബുധനാഴ്ചകളും ഈ അടുത്താണ് കേട്ടോ, കുറേ മുമ്പൊന്നുമില്ല, ഈ അടുത്തൊക്കെ എല്ലാ ബുധനാഴ്ചകളിലും ഒരു വണ്ടി വരും, അതിൽ പാത്രങ്ങളുണ്ട്. അത് നമുക്ക് അടവിനാണ്, ആഴ്ചയിൽ നമുക്ക് കൊടുത്താൽ മതി. ആ ഭാഗത്തുള്ളവരൊക്കെ അങ്ങനെ അധികം പാത്രങ്ങൾ വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇപ്പോൾ നമ്മളിവിടെ ടൗണിൻ്റെ അടുത്തല്ലേ, അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ വരുന്നില്ല. അങ്ങനെ ഞാൻ എടുത്തില്ല, ഓളെടുത്തു. അതിന് പാത്രത്തിന് നമ്മൾ ബില്ലാക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഇതിനേക്കാൾ വലുതാണ് അവളെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് വലുതിലുണ്ടാക്കാൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അവൾ ചെറുത് വാങ്ങി. ഇതിൻ്റെ അടപ്പുമായിട്ട് 400 രൂപയായിട്ടില്ല, 350 എത്ര 350 എത്ര സംതിങ് പറഞ്ഞു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ.
ഓൺ വോയിസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആകെ സൗണ്ട് കടയും റോട്ടിലത്തെ വണ്ടികളൊക്കെ സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റിയത്. പിന്നെ ഞാൻ അവളോട് ചോദിച്ചിരുന്നു കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് ഒരാളെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കണമല്ലോ, പബ്ലിക്കിൽ നിന്നിട്ടല്ല, അല്ലാതെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചോദിക്കണമല്ലോ പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാനിന്ന് എൻ്റെ വണ്ടി എടുത്തിട്ടില്ല, അവളെ വണ്ടിയിലാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു പർച്ചേസിങ്ങിൻ്റെ വീഡിയോ കാണിക്കണില്ല കേട്ടോ, കാണിച്ചിട്ടില്ല. കാരണം അവിടെ ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ ചെന്ന് കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓർമ്മയായത്. നമ്മുടെ നസീർ ബ്രോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നുള്ളത്. അപ്പോഴേക്കും ഓർമ്മയായി തന്നെ എടുത്താലോ. പക്ഷെ അത് ആദ്യം മുതലേ എടുത്താൽ മതിയായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതലേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ. അപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അനിലായിട്ട് ഞങ്ങൾ UP സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അങ്ങനെ ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ടൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം ഞങ്ങൾ ഒരുപാട് താമസം എടുത്തും കൂടെ ആയപ്പോൾ നന്നായിട്ട് കൂട്ടായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്കെപ്പോഴും നമ്മളെ തൊട്ടടുത്ത് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അതൊരു കാര്യമാണല്ലോ അല്ലേ. നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് പുറത്ത് പോകുമ്പോഴേക്ക് ഇവരൊക്കെ ഒന്ന് കൂട്ടിയിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴിയാണ് ഗൈസ് ഇത്. ദൈവമേ, എന്നാലും ഞങ്ങൾക്കൊക്കെ ഒരു സ്വന്തമായിട്ടൊരു വീടല്ല, അതിന് മുമ്പ് സ്ഥലമാണ് വേണ്ടത്. സ്ഥലവും വീടൊക്കെ ആവുക എന്നറിയില്ല. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പെട്ടെന്നൊരു സ്ഥലം വാങ്ങിക്കാനും വീട് വയ്ക്കാനും ഇനി വരുന്ന ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1 വർഷമായിട്ടോ നമ്മൾ മാറിയിട്ട്. 14-ാം തീയതി വന്നാൽ 1 വർഷമായി നമ്മൾ വാടകയ്ക്ക് മാറിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന 1 വർഷത്തിനുള്ളിൽ നമുക്കൊരു സ്ഥലം വാങ്ങിക്കാനും വീട് വയ്ക്കാനും സാധിക്കട്ടെ എന്നാണ് പറയണത്. അപ്പം നമ്മളിവിടെ എത്തി, ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ പൂതിയോ കണ്ടാലേ. എൻ്റെ ഈ നമ്പർ എന്നല്ലടി ജീപ്പേൻ്റെ എന്താ അതെ കാരണം ഞങ്ങളതല്ലാതെ മാത്രം. ഇവിടെ നിൽക്കുന്ന ബിൽഡിങ് ഇതാണ് കേട്ടോ, നല്ല മനോഹരമായ ബിൽഡിങ്. അതാണ് വരും. ഈ കയറുന്നുണ്ടോ? ഞാൻ പോവാം, എന്നായിക്കോട്ടെ. ശരി കേട്ടോ. തിരിച്ച് പോവാണല്ലേ. എന്തെൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്ന പോലെ തോന്നണത്. വേണ്ട ഗൈസ്. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു, തിരിച്ചു പോകുന്നു കേട്ടോ. ആരെന്നാൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ ഷോപ്പിംഗ് എന്നുള്ളത് അത് കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് ഏകദേശം തീരാനായപ്പോഴാണ് ഗൈസ് ഓർമ്മയത്. അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ എടുത്തത്, മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഇതൊക്കെ എന്താ? നമ്മളെ സന്തൂറിൻ്റെ അത് പഴയ ബോഡി വാഷ് തന്നെയാണോ? ഓക്കെ, അത് ഇനി ബാത്റൂമിൽ തന്നെ വെക്കണം. അടുത്തത് കംഫർട്ട് എന്നതൊക്കെ. ബാക്കി എന്തൊക്കെയുണ്ടെന്ന്? കംഫർട്ട് അല്ലാതെ എല്ലാം കംഫർട്ടാണോ? ആ ബ്ലൂ ഉണ്ടേല് അതൊക്കെ എന്താ? അതിൻ്റെ മറു സൈഡാണ്. ദൈവമേ, അങ്ങനെ ആക്കണം. അത് ഓരോന്നും ഓരോ ഇത് കിട്ടാൻ മതിയെന്നേ ഗൈസ്. ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാണ് കേട്ടോ, ഒക്കെ എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്താണ്. അപ്പോൾ കിച്ചൺ മോള് ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല, ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ പിന്നെയും പോയത് കേട്ടോ. അപ്പോൾ അതൊക്കെ കിച്ചൺ മോൾ അതിൻ്റെ കംഫർട്ടിൻ്റെ കുഞ്ഞ് പാക്കറ്റ് അനിൽ എങ്ങനെയാണ് വാങ്ങിക്കണേ പറഞ്ഞു. അപ്പോൾ ഞാനും കുറച്ച് ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ സാമ്പിൾ പാക്കറ്റ് വാങ്ങി നോക്കണം കേട്ടോ, എങ്ങനെയുണ്ട് നോക്കട്ടെ. പിന്നെ എനിക്കറിയില്ല, അത് അത്ര ഉള്ളാകെ. അതിൻ്റെ സ്മെല്ലല്ലേ വിവരല്ലേ? കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കാതിരുന്നാണ്, സോപ്പ് കഴിഞ്ഞിട്ട് ഇത് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം അതും ഇതും ഒരുപോലെ തീരും എന്നുള്ളതുകൊണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഒരു സാധനം വാങ്ങേണ്ടി പോയതാ. അനില വാങ്ങണ കണ്ട് ഫുള്ള് ഇത് വാങ്ങി വീഡിയോസ്. ബാത്റൂമിൽ എന്തെങ്കിലും ഒഴിവാക്കാണ്ട് ഇതൊക്കെ എടുത്തേക്ക്. ഇതൊക്കെ ഈ കവറിലല്ല, ഈ വിവലിൻ്റെ ബോഡി വാഷാണ് കേട്ടോ. ഞാൻ കുറേ മുന്നേ വാങ്ങിയതായിരുന്നത്. പക്ഷേ അതെന്താണെന്നറിയോ, ഇതാണ്. ഞാനിവിടെ സോപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് തീർന്നിട്ട് ഉപയോഗിക്കാമെന്നുള്ളതിനാണ് എടുക്കാതിരുന്നത്. പക്ഷേ ചുമൂളം എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ മീൻ വാങ്ങി.
ഫുൾ ഷോപ്പിംഗ്. അതല്ല പോയ ഞാൻ നടന്നില്ല, പോയ കാര്യം നടന്നിട്ടില്ല, അതായത് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ നമ്മൾ റബ്ബറിലാണ് അത് തന്നെയാണ് ഇതാണ് മറ്റേ വെള്ളപ്പതല്ലേ, അത് കഴിഞ്ഞിട്ട് പിടിച്ചാൽ മതി. 10 രൂപേൻ്റെ ഹാൻഡ് വാഷ് ഇങ്ങനെ ഞങ്ങൾ വാങ്ങണം. ഇങ്ങനെ ഹാൻഡ് വാഷ് വാങ്ങിയിട്ട് നമ്മൾ ആ ബോട്ടിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാം. അതിന് 10 രൂപ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയുമ്പോൾ ഇങ്ങനത്തെ വാങ്ങിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റിലും കിട്ടും, പിന്നെ ഹോൾസെയിൽ കടയിലും കിട്ടും. പിന്നെ ഇതുപോലൊരു വാഷിംഗ് സോപ്പിൻ്റെ ഒരു ചെറിയൊരു ഞാൻ വാങ്ങലുണ്ട്. കാരണം നമ്മൾ മെഷീനിൽ ഇടാൻ പറ്റാത്തത്, നമുക്കിവിടെ കല്ലില്ല കലക്കാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷിംഗ് റൂമിൽ നമുക്കൊന്നും ഇങ്ങോട്ട് കഴിയാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞൊന്നും കൂടെ വാങ്ങി വെക്കും. പിന്നെന്താ മക്കൾക്കുള്ള ബിസ്ക്കറ്റ്, എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഒന്നും ഇല്ലൊക്കെ തരുന്നുണ്ട്. ബ്രെഡ്, കുഞ്ഞ ടൊമാറ്റോ ഉണ്ട് കേട്ടോ, ഈ 15 രൂപേൻ്റെ. പിന്നെ നമ്മൾ അത്യാവശ്യം ബൂസ്റ്റ് ആശീർവാദിൻ്റെ ആട്ടപ്പൊടി, ഇത് രസമാണ്. പയറ്, കടല, മമ്പയർ, ഗ്രീൻ പീസ്, പരിപ്പ്, കുറച്ച് സാധാ അതിലില്ല, അത് വാങ്ങിച്ചു. എല്ലാം ഓരോ ബോട്ടിൽ കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് കിട്ടാൻ മതി, നാളെ ദോശ ഉണ്ടാക്കിയുള്ള നാളത്തെ കുറച്ച് ഒഴിഞ്ഞ് വെള്ളത്തിൽ ഇവിടെ വെള്ളം എടുക്കാം. ഇതിലേക്കൊക്കെ ഇടുന്നു കേട്ടോ. അഞ്ചേജ് വാങ്ങിയോ ഉരുളി? എത്ര? 300 സംതിങ്. കുറച്ച് ഉള്ളി വേണം ഇട്ടേക്കിട്ട്. ഞാൻ പച്ചരിയും ഉഴുന്നും കുറച്ചുള്ളി. ആ ചുമന്ന പരിപ്പ് എന്തിനാടല്ലേ? മിക്ക ബോട്ടിലെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ നോക്കും, ഇനി ശരിക്കാണ് സാധനം ഞാൻ വിചാരിച്ചതൊന്നും കേട്ടോ. പിന്നെ അനിലോളെ കൂടെ പോയപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം പുട്ടുപൊടി, ഇതാണ് ഞാൻ പുട്ടുപൊടി നമ്മൾ പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. എനിക്ക് ഇതാണ് ഇഷ്ടം. ഇതിനോട് ഉണ്ടാക്കിയാലും പുട്ട് ഇഷ്ടമാകുള്ളൂ. അതേപോലെ നമുക്ക് ഓരോരോ കമ്പനി ഉണ്ടാവുമല്ലേ. ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ആശീർവാദിൻ്റെ അതാണ് ഇഷ്ടം. വയറ് ഏരിയ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ കടല സോയാബീൻ കഴിയാനായിട്ട് ആൾക്കാർക്ക് പോലും അറിയില്ല അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്.
എന്ത് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നാലേ അത് ആ കയ്യോടെ തന്നെ എടുത്ത് വെച്ചാൽ ഒരു സമാധാനമാണ് കേട്ടോ. അതിന്റെ ആ ബോട്ടിലേക്ക് എല്ലാം പൊട്ടിച്ചിട്ട് അതാത് ബോട്ടിലേക്കാണ് ഇട്ട് വെച്ചിട്ട് അത് എടുത്ത് വെച്ചാല് മനസ്സിന് ഭയങ്കര സന്തോഷ, ഒരു സമാധാനമായി. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മള് വൈകുന്നേരങ്ങളിലാണ് കൊണ്ടുവന്ന് വെച്ചെങ്കിൽ പിന്നെ അപ്പൊ അതവിടെ ഒരു സൈഡിൽ അങ്ങോട്ട് വെച്ചിട്ട് കവറോടെ അങ്ങനെ വെച്ചിട്ട് നൈറ്റ് കിടക്കണേ മുന്നേ അടുക്കള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കും. അതല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും അപ്പൊ എടുക്കാനില്ലെങ്കിൽ അപ്പൊ തന്നെ അതെല്ലാം ചെയ്ത് വെക്കും. ഇതിപ്പോ ഞങ്ങള് രണ്ടാൾക്കും 2 കവറിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ആ കടയിൽ കൂടെ പോകണ്ടേന്ന് വെച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് വേഗം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് രണ്ടും അവിടെ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പത്തേക്കും കിച്ചുമോളിന്റെ വന്നപ്പോഴത്തേക്ക് ഓരോ സാധനങ്ങൾ അങ്ങനെ പൊട്ടിച്ചിട്ട് വെക്കാനുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വന്നിട്ട് ചെയ്തോളാന്ന് പറഞ്ഞിരുന്നു അവളോട്. ഇനി പൊട്ടിക്കുമെന്നും പോവണ്ടാന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതാ ഞാനും അവളും കൂടെ എല്ലാം ബോട്ടിലാക്കി വെച്ചു. പിന്നെ ആ മീൻ ഉണ്ടല്ലോ അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയിട്ടില്ല. ചിലപ്പോ വൈകുന്നേരത്തിന് ഇനിയിപ്പോ നമ്മുടെ ഫുഡൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചിലപ്പോ അത് കറി വെക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്തായാലും വെള്ളം ഒഴിച്ച് ഫ്രീസറിലേക്ക് വെച്ചു. അപ്പൊ ഇനി കവറുകളെല്ലാം എടുത്ത് വെക്കട്ടെ കേട്ടോ. നമ്മൾ ഈ ഹരിതകർമ്മസേന അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് കേട്ടോ. നമ്മളിപ്പോ എവിടെ അതൊക്കെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ എന്താ ചെയ്യാം. അപ്പൊ അതിങ്ങനെ എടുത്തു വെച്ചാലും അവർക്ക് പൈസ കൊടുത്താലും കുഴപ്പമില്ലല്ലോ. ഒരു മാസം നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് എന്തോരം പ്ലാസ്റ്റിക്കാണ്. പക്ഷെ അതൊക്കെ ഇവിടെ ആളുകൾ കത്തിക്കുന്നവര് വരെ ഉണ്ട് കേട്ടോ. എല്ലാവരും പറയണേക്കാ കത്തിക്കാൻ പാടില്ല, കത്തിച്ച അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നമാണെന്നൊക്കെ. പക്ഷെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന അവിടെ പ്ലാസ്റ്റിക് ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാതെ അത് കത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളിപ്പോ തുണികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും കത്തിക്കുക. പ്ലാസ്റ്റിക് ഒന്നും ഇപ്പൊ ആരും അങ്ങനെ കത്തിക്കൂല, അങ്ങനെ കൊടുക്കുകയുള്ളൂ. അതിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പൊ അത് ഏകദേശം എല്ലാ സാധനങ്ങളും നമ്മളെ ബോട്ടിലാക്കി അതൊക്കെ നിറഞ്ഞിരിക്കണം കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. ഇത് കിച്ചുമോൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. വെൽക്കം ടു കിച്ചൺ എന്നുള്ളതൊക്കെ. അപ്പൊ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മളിതാ ചോറൊക്കെ ഞാൻ ചോറുണ്ടു. എനിക്ക് കിച്ചുമോൾ പ്രത്യേക ചോറുണ്ടാണ്ട് പരിപ്പും മുരിങ്ങക്കാറിയും നല്ല തളമീനാട്ടോ, ഉണക്കൽ തളമീനെ വറുത്തത്. പിന്നെ അതാ വൈകുന്നേരത്തെ വീഡിയോ ആണ് കാണിക്കണേ. ഞാൻ പറഞ്ഞില്ല മീൻ കൊണ്ടുവന്നിട്ട് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചു എന്നുള്ളത്. അപ്പൊ വൈകുന്നേരത്ത് നമ്മളെ വിളക്കത്തിക്ക് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7:30 ആയപ്പോഴാണ് കേട്ടോ. കാരണം ചപ്പാത്തി ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വലിക്കുന്ന കറി ഉണ്ടാക്കാന്ന് വെച്ചു, മീൻ കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ. അപ്പൊ ഞാനങ്ങനെ ഫ്രീസറിൽ നിന്ന് മീനൊക്കെ പുറത്തെടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതാണ്. പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. തത്തൂസാണ് ഇതൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തു. അവള് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിട്ടു. പിന്നെ അതിന്റെ ഒരു പച്ചമണം മാറി വന്നപ്പോ സവോള നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതും ചേർത്തു, പച്ചമുളക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വഴറ്റിയാണ്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കും കേട്ടോ. ഇവിടുത്തെ മുളക് പൊടി ഓവറായിട്ട് ഇടാൻ പറ്റൂല, കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എരിവാണ്. അപ്പൊ കുറച്ചിടുമ്പോൾ കളർ തോന്നുന്നില്ല. അപ്പൊ അതിന് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്താൽ കാശ്മീരി ചില്ലി കഴിഞ്ഞു. സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴാണ് അത് നോക്കിയപ്പോൾ മനസ്സിലായത് തീർന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ചെറിയൊരു ബോട്ടിൽ വാങ്ങി വെച്ചാൽ തന്നെ ഒരുപാട് നാളുണ്ടാവും. നമ്മള് കളറിനാണല്ലോ ചേർക്കണം. അപ്പൊ കുറച്ച് അത് ചേർത്ത് കൊടുക്കുക. ബാക്കി മുളക് പൊടി ഉണ്ടല്ലോ. പിന്നെ മുളക് അത്യാവശ്യം പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഉള്ള എരിവ് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മള് വാളം പുളിയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ കുടംപുളി അല്ലാതെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് പൊട്ടിക്കല്ലാകുമ്പോ നമ്മള് മീനിലേക്ക് വെറും കുടംപുളിയെ ചേർക്കുള്ളൂ. ഇവിടെ വന്നിട്ട് കുടംപുളി വാങ്ങിയിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരു വാളംപുളി പിഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ. 2 പ്രാവശ്യം ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കഷ്ണ മീനല്ല, അത്യാവശ്യം പുളി പൊടിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇങ്ങനെ മീൻകറി വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ വെച്ചിട്ട് രാവിലെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോ മീൻകറി അടുപ്പത്ത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാൻ വിചാരിച്ചിട്ടോ. അപ്പൊ മീനിന്റെ കറി തിളച്ചിട്ടാണ് പിന്നെ ഞാൻ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പൊ നമ്മുടെ ചപ്പാത്തി എന്നുള്ളത് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പൊ തത്തറ നമുക്ക് പൊറാട്ട വാങ്ങിയാലോ എന്നുള്ളത്. അങ്ങനെ പോയി 4 പൊറാട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ടോ. ഓരോന്നാണ് എല്ലാരും ശരിക്കും തിന്നെ ഓരോന്നുള്ളൂ. ഇനിയിപ്പൊ ആർക്കെങ്കിലും മീൻകറിന് ടേസ്റ്റ് കൊണ്ട് ഒന്നും കൂടെ എക്സ്ട്രാ വേണമെങ്കിലും വിചാരിച്ചിട്ട് ഒരെണ്ണം ഞാൻ കൂടുതൽ വാങ്ങിട്ടോ. പിന്നെ മീനക്കട അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ രാവിലെ ഇട്ടിട്ടുണ്ടെന്ന് നമ്മുടെ പച്ചരിയും ഉഴുന്നും ഒക്കെ ദാ അരയ്ക്കാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അരച്ചു വെക്കട്ടെ, ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞ വെള്ളത്തിലിട്ട സമയത്ത് ഒരു നുള്ള് ഉലുവ, നമ്മളിപ്പോ വെളിച്ചെണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു നുള്ള് കടുക് ഇട്ട് കൊടുക്കാം. അവിടെ അത്രയും തന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ പിന്നെ സോഡാപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ.
ഇതേ നമ്മളെ കയ്യിലൂടെ ഒരു ഫാന് പഴയ ആ പറമ്പേല് വീട്ടിൽ താമസിച്ച സമയത്ത് ഒരു ഫാന് ഹാളിൽ കൂടെ ഒക്കെ കൊണ്ടെടുക്കാൻ വേണ്ടി കുഞ്ഞൊരു ഫാന് വാങ്ങിയത്. അപ്പൊ ആ ഫാൻ ഇവിടെ വന്നപ്പോ അത് പിന്നെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മള് കിച്ചണിൽ ഉണ്ടാക്കണം എല്ലാം, കിച്ചണിൽ മീനൊക്കെ വാങ്ങിയ സമയത്ത് അത് കുക്ക് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു സ്മെല്ല് വരുന്നത് ആ ഹാളിലേക്കാണ്. അപ്പൊ ഞാനത് നമ്മളെ ഒരു കേബിൾ ടൈ വാങ്ങിയിട്ട് ആ ഒരു ജനലിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ മീൻ വറക്കുന്ന സമയത്തൊക്കെ അത് അവിടെ അങ്ങോട്ട് ഓൺ ചെയ്തിട്ടാൽ അടുക്കളയുടെ സ്മെല്ലും ഉണ്ടാവില്ല, എല്ലാം പുറത്തേക്ക് പോയിക്കോളും. ഇങ്ങനെയുണ്ട് മക്കളെ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അരിയൊക്കെ ആട്ടിട്ടോ, അരിയൊക്കെ ആട്ടി ഇതാ ഒഴിച്ചു വെക്കാണ്. നമ്മൾ പിന്നെ ഈ അപ്പം അങ്ങനെ പിന്നെ ഇങ്ങനെ അരിയൊക്കെ ആട്ടി വെക്കുമ്പോ സോഡാപ്പൊടി ചേർക്കലില്ല കേട്ടോ. മാക്സിമം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരു നുള്ള് രാവിലത്തെ ചോറുണ്ടല്ലോ അത് കുറച്ച് ചേർക്കും, ഒരു കുഞ്ഞ സ്പൂണൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കും. എന്നാൽ തന്നെ രാവിലെ എത്തിയേക്ക് നല്ലോണം പൊങ്ങി വരും കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ വേറെ സോഡാപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അവിടെ അടച്ചു വെച്ചു. ഇതാ അടുത്ത് നമ്മളെ മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി എന്താ പറയാ, ഇത്രയും കറി നമുക്ക് ആവശ്യമില്ല, നന്നായിട്ടൊന്നും കൂടി വറ്റി വരണം, എന്നാൽ കുറച്ച് കറി ആവശ്യമുണ്ട്. ഇപ്പൊ ഞാനൊന്നും കൂടി തുറന്നിട്ട് പറയാം, കുറച്ചും കൂടി വറ്റാനുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഫൈനലി നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഞാനിപ്പോ കുടുംബത്തുനിന്ന് പോയിട്ട് പൊറോട്ട വാങ്ങി വന്നു ചെയ്തു കേട്ടോ. 4 പൊറോട്ട വാങ്ങിയിട്ടുണ്ട്, നല്ല ചൂട് പൊറോട്ട, കുറച്ച് കട്ടൻ ചായ വേണം. അപ്പൊ നമ്മൾ പൊറോട്ടയ്ക്കായി നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇത് മേശപ്പുറത്തേക്ക് ചട്ടിയോടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഇതിന്റെ കറിയാണ് അതിവഹിച്ചത്, നല്ല ടേസ്റ്റ് കേട്ടോ. മീനിലേക്ക് പിന്നെ എന്താ പുളി പിടിച്ചിട്ടുണ്ട്, എന്നാലും മീനിലേക്ക് നാളത്തേക്ക് ഒന്നും കൂടെ പിടിക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ, ഇനി നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കണില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കുട്ടികൾക്കും ടാറ്റാ ബൈ ബൈ, സീ യു.